നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ മുസ്ലിം ലീഗിനോ ഒക്കെ മാനസികമായ പിന്തുണ കൊടുക്കുന്ന ധാരാളം പേര് ഇന്ന് SFIക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിലോ ഈ പ്രതിഷേധത്തിലോ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ ഒരു ഇത്തരം പ്രകോപനങ്ങളെ നേരിടാൻ പറ്റുള്ളൂ. ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ കേന്ദ്ര ഭരണകൂടം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കാഴ്ച നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് പല കാലങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായിരിക്കുന്ന ജഗ്ദീപ് ധൻകർ അവിടെ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരിക്കെ അവിടെ ഏത് വിധത്തിലാണ് അവിടെ ഭരിക്കുന്നത്, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ഏതൊക്കെ വിധത്തിലാണ് അദ്ദേഹം വെല്ലുവിളിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ചുമതല ഏറ്റെടുത്ത മലയാളി കൂടിയായ CV ആനന്ദ ബോസ് അവിടുത്തെ പശ്ചിമ ബംഗാളിലെ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ RN രവി അവിടുത്തെ DMK സർക്കാരിനോട് സ്വീകരിക്കുന്ന നിലപാടുകൾ, അത് ചോദ്യം ചെയ്യുന്ന DMKയുടെ രാഷ്ട്രീയ നിലപാട്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമാനമായ അവസ്ഥ കേരളത്തിലും കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി ചുമതല ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിറകെ തന്നെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസ്സാക്കിയപ്പോൾ പരസ്യമായി അതിനെ ചോദ്യം ചെയ്യുകയും പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിച്ചുകൊണ്ട് ഗവർണർ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിന് പിന്നാലെ കാർഷിക നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെയും ഗവർണർ ചോദ്യം ചെയ്തു. പിന്നീട് നയപ്രഖ്യാപന പ്രസംഗത്തിന് വരുമോ ഇല്ലയോ, കേന്ദ്രത്തെ വിമർശിക്കുന്ന ഖണ്ഡികകൾ അദ്ദേഹം വായിക്കുമോ ഇല്ലയോ, ഇത്തരം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ സർക്കാരും ഗവർണറും തമ്മിലുള്ള രൂക്ഷമായ പോരിലേക്ക് വഴി തുറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം കേരള സർവകലാശാലയിലെയും കോഴിക്കോട് സർവകലാശാലയിലും സെനറ്റിലേക്ക് ഏകപക്ഷീയമായി ഗവർണർ ആളുകളെ നോമിനേറ്റ് ചെയ്യുകയും അതിൽ തന്നെ ഭൂരിഭാഗം ആളുകളും സംഘപരിവാർ ബന്ധമുള്ളവരാകുകയും ചെയ്തത് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറന്നിരിക്കുന്നു. വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റികളെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗവർണർ നിശ്ചയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സംഘപരിവാർ നോമിനികൾ വൈസ് ചാൻസലർമാരായി കേരളത്തിൻ്റെ സർവകലാശാല തലപ്പത്ത് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയ സമരവുമായി SFI മുന്നിട്ടിറങ്ങുന്നു. SFI ഗവർണറെ റോഡിൽ തടയാൻ ശ്രമിക്കുന്നു. അതേ തുടർന്ന് ഗവർണർ റോഡിലിറങ്ങി പ്രശ്നിക്കുന്ന പല തരത്തിലുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഇന്ന് വളരെ കൗതുകരമായ, ഇന്നല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ കൗതുകരമായിട്ടുള്ള പല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവർണർ ബാനർ അഴിച്ചു മാറ്റാൻ പോലീസുകാരോട് ആവശ്യപ്പെടുന്നു. ബാനർ അഴിച്ചു മാറ്റാത്തതിന് പോലീസുകാരെ ശാസിക്കുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം പോലീസ് സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മാർക്കറ്റിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് കോഴിക്കോട് മിഠായി തെരുവിൽ വരുന്നു. അവിടെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന കാഴ്ച കാണുന്നു. അദ്ദേഹം ഹലുവ കഴിക്കാൻ പോകുന്നു. ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ഗവർണർ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ മറയില്ലാതെ അദ്ദേഹത്തെ ആരാണോ നിയോഗിച്ചത് അവരുടെ രാഷ്ട്രീയം ഗ്രൗണ്ടിൽ നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി എന്ന് തന്നെ കാണണം. അതിൽ ഏറ്റവും കൗതുകകരമായിട്ടൊരു കാര്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർക്കെതിരെ കേന്ദ്രത്തെ സമീപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ നിയോഗിച്ചത് കേന്ദ്രമാണ്. കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയിലൂടെ, ഗവർണർ എന്ന പദവിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുമെന്ന് പറയുന്നത് വലിയൊരു തമാശയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ ഒരു സാധ്യതയില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കുക ഏതാണ്ട് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിയ സംസ്ഥാനങ്ങളിൽ അവിടെ പോയി കുളം കലക്കുക എന്ന ഒരു ദൗത്യമാണ് ഗവർണർമാർക്കൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ആനന്ദ ബോസ് ആയാലും RN രവി ആയാലും അതിൽ മനോഹരമായിട്ട് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു കൃത്യമായി പറഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിലോ ഈ പ്രതിഷേധത്തിലോ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ ഒരു ഇത്തരം പ്രകോപനങ്ങളെ നേരിടാൻ പറ്റുള്ളൂ. അത് ഗവർണർക്ക് വളരെ നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരമായി ഈ SFIയെയും ഗവൺമെൻറ്റിനെയും പോലീസിനെയും ഒക്കെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ അത്തരം പ്രകോപനങ്ങളിൽ ഒരു വലിയൊരു അളവോളം തന്നെ കേരളത്തിലെ
ഭരണകൂടമായാലും ആ ഭരണകൂടത്തിൻ്റെ പോലീസായാലും വിദ്യാർത്ഥി സംഘടനയായാലും ഇത് നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര കാലത്തോളം ഇത്തരം പ്രകോപനങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും നേട്ടമാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാലോ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചുള്ള ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. അത് എന്തായാലും അവർ തന്നെയാണ് ജയിക്കുന്നത്. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഗവർണർ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷേ ഇതിലൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ നേരിടണമെങ്കിൽ ജനാധിപത്യ രീതിയിലാണ് നേരിടേണ്ടത്. അങ്ങനെ നേരിടണമെങ്കിൽ നമ്മൾ സ്വയം ജനാധിപത്യവൽക്കരിച്ചിരിക്കണം. അപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നൊരു പ്രശ്നം, നിങ്ങൾ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവും, ഗവർണർക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതേസമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാവണം. അത് ജനാധിപത്യ മര്യാദയാണ്. അവിടെ നിങ്ങൾ സമരം ചെയ്യുന്ന ആളുകൾ തല തല്ലിപ്പൊളിക്കുകയും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ഒക്കെ അടിച്ചു പൊളിക്കുകയും ഇപ്പോഴത്തെ വന്നൊരു ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ വലിയ ആശയക്കുഴപ്പത്തിലാവും. അത്തരത്തിലൊരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് നേരിടുന്നത്. അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ സർക്കാർ നവകേരള യാത്രയുടെ ബസ്സിലേക്ക് മുമ്പിലേക്ക് ചാടുന്ന ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് അത്രയും അപഹാസ്യമായിട്ടുള്ളൊരു വ്യാഖ്യാനമാണല്ലോ. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് ഞാനത് കണ്ടിട്ടില്ല എന്നുള്ള, ഞാനത് കാണുകയുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു നിങ്ങൾ എത്ര കാണിച്ചാലും അത് കാണില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ രീതിയിൽ സമരങ്ങൾ നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള മറ്റ് സംഘടനകൾ ഒരു വശത്ത് അവർ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളെ അടിച്ചൊതുക്കുകയും മറുവശത്ത് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ തോന്നുന്നില്ല. കേരളത്തിൽ BJPയുടെ ശക്തി എത്രയാണെന്ന് കേരളത്തിൽ അറിയാം. കേരളത്തിലെ മൊത്തം ജനതയും കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. പക്ഷേ അത് ഉണ്ടാവാതിരിക്കുന്ന ഒരു കാരണം ഞാൻ കാണുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുള്ള ഒരുപക്ഷെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, ഒരു പോസ്റ്റർ പതിച്ചാൽ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, അത്തരം വലിയ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മറുവശത്തു നിന്നുണ്ടാകുമ്പോൾ ഈ ഒരു വശത്തെ എത്രമാത്രം പിന്തുണയുണ്ടാവും എന്നുള്ളത്. അപ്പോൾ രണ്ട് ഏകാധിപതികൾ തമ്മിലുള്ള സമരമാണ് ഇത് എന്ന് ആരെങ്കിലും വിലയിരുത്തിയാൽ അവരത് കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ താമസിക്കുന്ന അതിൻ്റെ അടുത്ത് നിങ്ങളൊരു പോസ്റ്റർ കിട്ടുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകും, അതൊരു ചോദ്യമാണല്ലോ. മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റടുത്ത് പോലും പോകാൻ പറ്റില്ല. അതിൻ്റെ ചുറ്റുപാട്ടുള്ള ഹോട്ടലുകൾ മുഴുവൻ അടക്കാൻ പറയുന്നു, ഗ്യാസ് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമീപനം ഒരു വശത്ത് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ്റിനെതിരായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതിഷേധങ്ങളെ ഇങ്ങനെ നേരിടുമ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരങ്ങളെ എങ്ങനെയായിരിക്കും ജനങ്ങൾ കാണുന്നത് എന്ന വലിയൊരു വൈരുദ്ധ്യം ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് പറയുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കേരള സർവകലാശാലയുടെയും കോഴിക്കോട് സർവകലാശാലയുടെയും സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് അതിൽ ഭൂരിഭാഗവും സംഘപരിവാർ അനുകൂലികളാണ്. ചിലത് കേരള സർവകലാശാലയിൽ പ്രത്യക്ഷത്തിൽ തന്നെ സംഘപരിവാറുകാരാണ്, അല്ലെങ്കിൽ BJP അനുഭാവമുള്ള ആളുകളാണ്. അതവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലേക്ക് വരികയാണെങ്കിൽ UGC ചട്ടം അനുസരിച്ച് സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ഗവർണറുടെയും കേന്ദ്ര സർക്കാർ UGCയുടെയും പ്രതിനിധിക്ക് ഭൂരിപക്ഷം വരുന്നതാണ് സെർച്ച് കമ്മിറ്റി. അതിൽ നിന്ന് വരാൻ പോകുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ ഇപ്പോൾ ഡൽഹിയിലേക്ക് സർവകലാശാലകൾ ഏത് വിധത്തിലാണ് സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറയ്ക്കുന്നത്, അതുപോലെ കേരളത്തിലെ സർവകലാശാലകളിലും ഒരുപക്ഷെ ഇങ്ങനെ കുത്തിനിറയ്ക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ പ്രശ്നത്തെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാകത്തിൽ
ഒരു ജനാധിപത്യപരമായ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നതിനെ ദുർബലപ്പെടുത്തുകയാണ് ഒരു പക്ഷേ ഇപ്പുറത്ത് നടക്കുന്ന ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും യാത്രയ്ക്ക് നേരെയുള്ള പ്രതിഷേധങ്ങളോട് അവർ സ്വീകരിക്കുന്ന നിലപാട് ഈ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്ക് ഇത്രമാത്രം ധൈര്യം ഉണ്ടാകുന്നത്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്താ, അത് അപ്പുറത്തേക്ക് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ പെരുമാറുമോ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അടുത്തേക്ക് പോകുമോ, മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലത്തിന് മുമ്പ് ബാനർ കെട്ടുമോ എന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരവില്ല. കാരണം അങ്ങനെ സമ്മതിക്കാറില്ല. അപ്പോൾ ഇത് ഒരു കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലത്. ഇതിൻ്റെ പിറകിൽ വളരെ 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 ആഴത്തിലുള്ള വേരൂന്നാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമമാണ്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, നമ്മൾ കാസർഗോഡ് വരെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കണ്ടിട്ടുള്ള സാധനമാണ്. അവിടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് മിക്കവാറും എല്ലാവരെയും സംഘപരിവാറുകാരെയാണ്. ഇതിനെ എങ്ങനെ ചെറുക്കും? ഇതിനെ ചെറുക്കാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് കോടതി അല്ലെങ്കിൽ നിയമവഴി, അല്ലെങ്കിൽ മറ്റൊരു ബഹുജന സമരങ്ങളുടെ വഴി. അപ്പോൾ രണ്ട് സമരങ്ങളും ഉണ്ടാവണം. കോടതി വഴിയുള്ള സമരങ്ങളായാലും അല്ലെങ്കിൽ കോടതി വഴിയുള്ള നീക്കങ്ങളായാലും ബഹുജന സമരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഈ ബഹുജന സമരങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നാണ്. എങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള, ബോധ്യമാവുന്ന തരത്തിലുള്ള സമീപനം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെയും അവരുടെ യുവജന വിഭാഗങ്ങളുടെയും വിദ്യാർത്ഥി വിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത് സംഭവിക്കുക, ഇത് രണ്ട് പേരുടെ ഈഗോ ക്ലാഷായി അങ്ങനെ ചുരുക്കപ്പെടുക, അല്ലെങ്കിൽ രണ്ട് ഏകാധിപതികൾ തമ്മിലുള്ള ശീതസമരമായിട്ടൊക്കെ ചുരുക്കപ്പെടുകയാണ്. പക്ഷെ വാസ്തവത്തിൽ അതല്ല നടക്കുന്നത്, അതല്ല അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഇത് നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, BJPക്ക് വലിയ സ്റ്റേക്കില്ലാത്ത ഒരു സംസ്ഥാനത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കളി എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ RN രവിക്കോ CV ആനന്ദ് ബോസിനോ ജഗ്ദീപ് ധൻഖറിനോ ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്ന് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിൽ ഒരു പരിധിയോളം വിജയിക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അതിരൂക്ഷമായ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ അദ്ദേഹം വളരെ സൗഹൃദത്തോടെ ഇടപഴകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം മിഠായി തെരുവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ സൗഹൃദപരമായിട്ട് ഇടപഴകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് BJPക്ക് ഇല്ലാത്തൊരു മൈലേജ് ഗവർണർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വാങ്ങി നൽകുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം. അല്ല, ഇന്ന് SM ഷീറ്റ് കണ്ടത് ഒരു കൗതുകമാണ്. അപ്പോൾ ഒരു ഗവർണർ വലിയൊരു പരിവാരത്തോട് കൂടിയിട്ട് ഈ ജനക്കൂട്ടത്തിനിടയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി വാല്യൂ മാത്രമേ അതിനുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. അദ്ദേഹം നല്ലൊരു PR കൂടിയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ, അവരാണ് ഈ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. പുറത്തിറങ്ങി നടക്കാനുള്ള സ്ട്രാറ്റജി, പുറത്ത് വന്ന് ഇത് അഴിപ്പിക്കാനുള്ള സ്ട്രാറ്റജിയൊക്കെ തയ്യാറാക്കുന്നത് ഇദ്ദേഹം ഒറ്റയ്ക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. എന്തായാലും അത് വളരെ വളരെ ഇന്നേ വരെ അത് വളരെ വളരെ ഫലപ്രദമായ രീതിയിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കാരണം ഇന്നലെ ഓരോ SFIയുടെ ഓരോ സ്റ്റെപ്പിനും കൗണ്ടർ സ്റ്റെപ്പ് എന്ന രീതിയിൽ ആണ് നടക്കുന്നത്. ഇപ്പോൾ SFI അവിടെ പോസ്റ്റർ കെട്ട് SFI വിജയിച്ചു, ഇദ്ദേഹം പുറത്ത് വന്നത് അഴിപ്പിക്കുമ്പോൾ ഇദ്ദേഹം വിജയിച്ചിരിക്കുന്നു, വീണ്ടും അത് കെട്ടുമ്പോൾ SFIയുടെ വിജയം. അങ്ങനെ ഒരടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഇതിനെ കൊണ്ടുപോകാനും ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് അല്ലെങ്കിൽ PR എക്സസൈസ് എന്ന രീതിയിൽ ഇത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിജയമല്ല ഞാൻ കാണുന്നത്. ഒരു താൽക്കാലികമായിട്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നിന്ന് സെൽഫി എടുത്തതിൽ എല്ലാ രാഷ്ട്രീയക്കാരുണ്ടാവും. ഇതൊരു കൗതുകം എന്ന നിലയിൽ മാത്രം, വേറെ അദ്ദേഹം അത് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു പെട്ടെന്ന് ഡ്രമാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും ഈ ഡ്രമാറ്റിക് മൂവ്മെൻ്റ് ഉണ്ട്, ഡ്രമാറ്റിക് എലിമെൻ്റ് ഉണ്ട്. ഒരു നടൻ്റെ ഒരു ഭാവങ്ങളാണ് അദ്ദേഹം കാണിക്കാറുള്ളത്. പെട്ടെന്ന് അത് മാറുന്നതും അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ്. പക്ഷെ അതൊന്നും അല്ല അവിടുത്തെ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ എന്തിനാണോ എതിർക്കുന്നത്
അത് ജനാധിപത്യ വിരുദ്ധതയാണെങ്കിൽ ആ ജനാധിപത്യ വിരുദ്ധത നമ്മളിലുണ്ടോ എന്ന് ഒരു ആത്മവിമർശനം, സ്വയം വിമർശനം നടത്തിക്കൊണ്ട് മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ. ഇതിൽ നമുക്ക് തൽക്കാല വിജയങ്ങളൊക്കെ ഉണ്ടാവും, SFIക്ക് വേണമെങ്കിൽ തടയാം. പക്ഷെ അതൊന്നും ഒരു എല്ലാ കാലത്തേക്കുള്ള വിജയമല്ല. അദ്ദേഹം ഇനി നാളെ ചെയ്യാൻ പോകുന്നത് അദ്ദേഹം കേരള പോലീസിനെയൊക്കെ ഒഴിവാക്കിയിട്ട് കേന്ദ്ര സേന എൻ്റെ ചുറ്റും വേണമെന്ന് പറയും. അപ്പോൾ കേരള പോലീസിന് വിശ്വാസമില്ല, അതുകൊണ്ട് എനിക്ക് കേന്ദ്ര സേന വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അത് അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഉണ്ടാവുക എന്നുള്ള സംഘർഷമായിരിക്കും. കേന്ദ്ര സേന എങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക, ചെറിയ സ്റ്റെപ്പുകൾ പകരം, ഒരടി തിരിച്ചടിയുന്ന സ്റ്റെപ്പുകൾക്ക് പകരം വിശാലമായ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ കഴിയുക എന്നത്. അപ്പോൾ അത് MSF എന്ന് പറഞ്ഞതാണത്. ഇത് കാവ്യവൽക്കരണമാണ് നടക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് ചുവപ്പുവൽക്കരണമാണ് നടക്കുന്നത്. അപ്പോൾ അതത്ര ലളിതമല്ല. ചുവപ്പുവൽക്കരണം എന്നത് കാവ്യവൽക്കരണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൽക്കരണം എന്ന് പറയുന്നത് വളരെ ഇതിന് എന്താ പറയുക, തുല്യത ഉള്ള സംഭവമല്ല. കാവ്യവൽക്കരണം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. അപ്പോൾ MSFനോ അല്ലെങ്കിൽ KSUവിനോ യൂത്ത് കോൺഗ്രസ്സിനോ ഒന്നും ഇടപെടാൻ കഴിയാത്ത ഒരു രീതിയിൽ ഇത് തങ്ങളുടേതാക്കി മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ ആണ് ഈ സംഘപരിവാറിൻ്റെ ഈ കടന്നുകയറ്റത്തിനെതിരെ ചെറുത്ത് നിൽക്കുന്ന ഏക സംഘടന എന്ന രീതിയിൽ SFIക്ക് അല്ലെങ്കിൽ CPMന് അവരുടെ സംഘടനകൾക്ക് മാത്രം റോളുള്ള ഒന്നായി മാറ്റാനുള്ള ശ്രമം കൂടിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സർക്കാരുമായിട്ടുള്ള തർക്കവിതർക്കങ്ങളിൽ ഗവർണർ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഇനി അങ്ങോട്ടും ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നിവേദനം ഗവർണറുടെ മുമ്പിലുണ്ട്. അതിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം തുടങ്ങാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തേണ്ടി വരും. അതിന് ഗവർണറെ ക്ഷണിക്കേണ്ടി വരും. ഇതിന് മുമ്പൊരു നയപ്രഖ്യാപന പ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ പുലിവാലി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധികം മാസങ്ങൾ ശേഷിക്കുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ഇനി അദ്ദേഹം നടത്താൻ പോകുന്ന അഡ്വഞ്ചേഴ്സ്, ഇതൊക്കെ വലിയ തലവേദനയായി വരും ദിവസങ്ങളിൽ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ ഈ പ്രകടനത്തിൽ നിന്ന് ഭരണപരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. ഭരണപരമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടുക, അങ്ങനെയുള്ള ചില വിഷമതകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നത് ഏക സംഘടന ഞങ്ങളാണ്. എവിടെ കോൺഗ്രസ്, എവിടെ മുസ്ലിം ലീഗ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വലിയൊരു മൈലേജാണ്. അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള ഇപ്പം പലസ്തീൻ ഇഷ്യൂവിൽ ഇടപെട്ട രീതി, അല്ലെങ്കിൽ UCCയുടെ കാര്യത്തിൽ അവർ ഇടപെട്ട രീതി, അതൊക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ അഡ്വാൻറ്റേജ് ഓരോ ഘട്ടത്തിലും പതുക്കെ ഇല്ലാതായി പോകുമ്പോഴാണ് പുതിയൊരു സാധനം കിട്ടുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭരണപരമായിട്ടുള്ള ഒരുപാട് വിഷമതകൾ ഗവൺമെൻറ്റിന് ഉണ്ടാകുമെങ്കിലും രാഷ്ട്രീയമായിട്ട് ഗവൺമെൻറ്റിനെയും അതിനെ നയിക്കുന്ന കക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കാണുന്നത് നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ മുസ്ലിം ലീഗിനോ ഒക്കെ മാനസികമായ പിന്തുണ കൊടുക്കുന്ന ധാരാളം പേര് ഇന്ന് SFIക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ആണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു വ്യഗ്രത ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് ഈ ഒരു ശ്രമം ആരിഫ് മുഹമ്മദ് ഖാൻ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ താൽക്കാലികമായ വിഷമതകൾ ഇതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഉണ്ടായിക്കഴിഞ്ഞാലും CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ സമയത്ത് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഒരു കാര്യം കൂടെ, ഈ ഗവർണറുടെ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു, അനുമതി നൽകാതിരിക്കുന്നു, അതിന്മേൽ തീരുമാനമെടുക്കാതിരിക്കുന്നു, ഇങ്ങനെ പല സംഗതികൾ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പല സർക്കാരുകൾ, പഞ്ചാബ് പോയി, തമിഴ്നാട് പോയി, കേരളം പോയി, ഒക്കെ പോയി. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഗവർണറും
തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരും തമ്മിലുള്ള പ്രവർത്തനം, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഏത് വിധത്തിലാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിൻ്റെ അതിൻ്റെ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ഗവർണർക്ക് സാധിക്കൂ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ബില്ലുകൾ ഇങ്ങനെ കാലാകാലങ്ങൾ ഇങ്ങനെ തീരുമാനമെടുക്കാതെ വെക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കെ പുതിയൊരു നിയമയുദ്ധത്തിന് ഈ സർക്കാർ തയ്യാറാവുമോ ഗവർണർക്കെതിരെ? അല്ല, സുപ്രീം കോടതി പോകാനാണ് സാധ്യത. അങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഈ 6 ബില്ലുകൾ ഗവർണർക്ക് അയച്ചതിൽ എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിന് കിട്ടിയ നിയമോപദേശം ഇപ്പോൾ സ്റ്റാലിയ സെലിമാൻ്റെ നിന്ന് കിട്ടിയത് അത് കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ കോടതിയിൽ നിന്ന് എന്ത് തിരിച്ചടി വന്നാലും ഇവർക്കൊരു കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടതി എന്ത് പറയുന്നുവോ അല്ലെങ്കിൽ നിയമ സംവിധാനം എന്ത് പറയുന്നു അതനുസരിച്ചിട്ടാണ് ഒന്നും അല്ലല്ലോ ഗവർണർമാർ ഈ പ്രത്യേകിച്ചിട്ട് ഈ ഗവർണർമാരൊന്നും പെരുമാറുന്നത്. അതുകൊണ്ട് കോടതിയിൽ അവർക്ക് തിരിച്ചടി കിട്ടുക അടുത്ത പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇതിനുള്ള ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജനങ്ങളെ ഇതിനെക്കുറിച്ചിട്ടുള്ള അപകടത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ചെറുത്തുനിൽപ്പുണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോടതി വിധി അതിൻ്റെ ഭാഗത്ത് നടക്കും. അതിൽ ഒരുപാട് ഗവൺമെൻറ് ചിലപ്പോൾ തിരിച്ചുണ്ടാകും. കണ്ണൂർ VC-യുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. കാരണം ഗവൺമെൻറ്റിൻ്റെ അജണ്ടകൾ ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അജണ്ടകൾ കൂടുതൽ നടപ്പിലാക്കാനുള്ള ഒരു വഴിയായിട്ട് ഗവർണറെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് നമുക്കറിയാം ഗവർണറോട് വളരെ സോഫ്റ്റായിട്ടുള്ള സമീപനം ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ഇടക്കാലത്ത് സ്വീകരിച്ചിരുന്നു. കാരണം തങ്ങൾ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങളിലെങ്കിലും തങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ഗവർണർ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ എന്നാൽ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് പലപ്പോഴും ഒരു ഫുൾ ബ്ലോൺ ആയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ നിയമിച്ച ആളുകൾക്ക് വളരെ കൃത്യമായ ധാരണയുണ്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത്. അവരെ നേരിടാനുള്ള ആളുകൾക്കാണ് സംശയമുള്ളത്. അതുകൊണ്ടാണ് ഈ അത്ര ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ വിശാലമായ രാഷ്ട്രീയം, അതായത് കാവ്യവൽക്കരിക്കാനോ അല്ലെങ്കിൽ സംഘപരിവാർവൽക്കരിക്കാനോ നടക്കുന്ന ശ്രമങ്ങൾ ചെറുക്കുക എന്ന് പറയുന്ന വിശാലമായൊരു രാഷ്ട്രീയത്തെ മുൻനിർത്തി കുറെക്കൂടെ ഡെമോക്രാറ്റിക്കായി പ്രവർത്തിക്കുകയും ഈ കേരളത്തിലെ യോജിക്കാവുന്ന സകല ആളുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പോർമുഖം തുറക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ CPM-നും സർക്കാരിനും ചെയ്യാനാവുക? അതല്ല യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി കുറെ കൂടെ ഡെമോക്രാറ്റിക് ആവുക എന്നൊരു ഉത്തരവാദിത്തം അവർക്കില്ല. അല്ല, ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പം വളരെ എന്താ പറയുക, കഠിനമായ സംഘപരിവാറുകാർക്കല്ലാതെ മറ്റുള്ളവർക്കൊക്കെ ഗവർണറുടെ ചെയ്തികളോട് എന്താണ് ചെയ്യുന്നത് എന്നാണ് വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്ന്. അപ്പോൾ അത് തിരിച്ചു ചോദിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ജനാധിപത്യവാദിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ജനരോഷം മുഴുവനും ഇദ്ദേഹത്തിനെതിരായിരുന്നു. ഇത് വിഭജിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ മറ്റന്നാളോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. അപ്പോൾ അത് വഴിമാറുകയാണ് ചെയ്യുന്നത്. ഇതിലേക്കല്ല ശ്രദ്ധ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്നിപ്പിച്ച് സംഘപരിവാർ വിരുദ്ധ ഒരു മുന്നേറ്റം ഉണ്ടാകണം ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന കക്ഷി എന്ന നിലയിൽ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അജണ്ട എങ്ങനെയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് അതിനേക്ക് പ്രാധാന്യം കൊടുക്കുക. അല്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു നമ്മളിപ്പോൾ എത്രയോ കാലമായിട്ട് സംഘപരിവാർ വിരുദ്ധത എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സംഘപരിവാർ തന്നെ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണത് എന്ന് പുനരാലോചിക്കേണ്ട സമയമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാ രംഗത്തും സംഘപരിവാറിനെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോലും സംഘപരിവാറിൻ്റെ അജണ്ട വളരെ പുഷ്പം പോലെ നടപ്പിലാക്കാൻ പറ്റുന്നത്? അതിന് കാരണം നമ്മുടെ സംഘപരിവാർ വിരുദ്ധ നിലപാടുകളിലൊക്കെ എന്തൊക്കെയോ തകരാറുണ്ട് എന്നുള്ള, അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു വഴിയാണ്, കുറുക്ക് വഴിയായിട്ടാണ് സംഘപരിവാർ വിരുദ്ധത പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എടുക്കുന്നത് എന്നതുകൊണ്ടാണ് ഒരുപക്ഷേ സംഘപരിവാറിനോ RSSനോ അവരുടെ അജണ്ടകൾ വളരെ മനോഹരമായി നടപ്പിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് വിശാലമായ ഐക്യം എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുക, വിദൂര സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. എന്തായാലും രാഷ്ട്രീയ CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇലക്ഷനിൽ വിജയിക്കാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ റെസിപ്പി എന്ന് പറയല്ല, അതാണ് ഈ കാണുന്ന ഇത് വളരെ വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. SFIയും DYFIയും
CPM-ഉം ഇടതുപക്ഷത്തിലുള്ള എല്ലാ സംഘടനകളും ഇതിൽ സംഘടിക്കുകയും മറ്റു ആരും വരുന്നില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യും. കാരണം ഇതിൻ്റെ കുത്തക ഞങ്ങൾക്കാണ് എന്ന് അവർക്ക് ഉറപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവരുടെ ആവശ്യമാണ്. റൈറ്റ്. സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പാക്കാൻ ഗവർണർ തന്നെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടെ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ MP പ്രശാന്ത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.